ഇന്ന് ബുധനാഴ്ച രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചു. ഹസ്ബൻഡ് പുറത്തോട്ട് ടെലിവിഷൻ്റെ പേയ്മെൻറ്റൊക്കെ നടത്താനായിട്ട് ഒക്കെ മന്ത്ലി പേയ്മെൻ്റ് ഉണ്ടല്ലോ നടത്താനായിട്ട് പോയി. പഴയതുപോലെ സ്കൂള്, കോളേജ്, ഓഫീസ്, അതുപോലെ ബിസിനസ്സുകാർ, അന്യ സംസ്ഥാന തൊഴിലാളികൾക്കൊക്കെ ഈ ഓണത്തിൻ്റെ ഈ ഭാഗമായിട്ട് അവർക്കൊന്നും ജോലിയൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. വീണ്ടും പഴയതുപോലെ തന്നെ കടകമ്പോളങ്ങളെല്ലാം തന്നെ സജീവമായി. പിന്നെ പ്രത്യേകിച്ച് വീട്ടുജോലിക്കാർ നമ്മളെ സഹായിക്കാനായിട്ട് വീട്ടിൽ വരുന്നവർ 4-5 ദിവസമാണ് അവർ ഓണത്തിന് അവർ അവധി ചോദിക്കുന്നത്. കൊടുക്കും എല്ലാവർക്കും. അവർക്കും ആഘോഷിക്കണമല്ലോ, പോകണം, ബന്ധുവീടുകളിൽ പോകണം, ഓണം ആഘോഷിക്കണം, ഘോഷയാത്ര കാണണം, ലൈറ്റ് ഫിറ്റിംഗ് കാണണം. പിന്നെ എല്ലാ സ്ഥലത്തും നമ്മളെ വള്ളംകളി, അത് ഇന്നലെ ആയിരുന്നു അതിൻ്റെ സമാപനം. എല്ലാ ജില്ലകളിലും ഓരോ കലാരൂപങ്ങൾ, ഓരോ തൃശ്ശൂരും ഒക്കെ ഉണ്ടായിരുന്നു. അല്ല പുലികളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ടെലിവിഷനിൽ കണ്ടു. അങ്ങനെ എല്ലാവരും പഴയതുപോലെ ഓണം നല്ലതുപോലെ ആഘോഷിച്ചു. പഴയതുപോലെ അവരവരുടെ പ്രവൃത്തി ദിവസങ്ങളിലേക്ക് ഒക്കെ മടങ്ങി വന്നു. വീണ്ടും സജീവമായി കടകമ്പോളങ്ങളെല്ലാം തന്നെ സജീവമായി. ഓഫീസ് ജോലിക്ക് പോകുന്നവർ, സ്കൂളിൽ പോകുന്നവർ, അധ്യാപകർ, ബിസിനസ്സുകാർ എല്ലാവരും വീണ്ടും പഴയ ഓണത്തിൻ്റെതായ അതിൽ അടുത്ത വർഷത്തെ ഓണത്തിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒക്കെ ഉച്ചയ്ക്ക് 2 തോരനും 1 മെഴുക്കുവരട്ടിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. നോൺ വെജ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും ഇന്ന് രാവിലെ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാർ കഴിച്ചു. എങ്കിലും വീണ്ടും ഉച്ചയ്ക്കും കൂടെ കഴിക്കാനുള്ള സാമ്പാറുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കൂട്ടാൻ വേണ്ടേ. അപ്പോൾ ഒരു പച്ച കഴിഞ്ഞ ചൊവ്വാഴ്ച വാങ്ങിച്ചതാണ്. കുറേ പച്ചക്കറി വാങ്ങിച്ചതിൻ്റെ ബാലൻസ് വീണ്ടും ഒരു പച്ച ഏത്തക്കായിരിക്കുന്നു. പക്ഷേ അതൊരു കൂട്ടുകറി ഉണ്ടാക്കാൻ ചിന്തിച്ചപ്പോൾ കടല കൊണ്ട് കുതിർത്തിട്ടില്ല. എന്താണ് മാർഗം? പെട്ടെന്ന് യൂട്യൂബിൽ ഞാൻ ഒരിക്കൽ കണ്ടത് ഓർമ്മ വന്നും. രാവിലെ കടല കുതിർത്തിട്ടില്ലെങ്കിൽ നല്ലതുപോലെ വെള്ളമൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷം, കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഒന്നുകിൽ ഹോട്ട് പോട്ട്, നമ്മൾ കറിയൊക്കെ ചൂടാക്കുന്ന ഹോട്ട് പോട്ടിൽ ഇറക്കി വെക്കുക. 1 മണിക്കൂർ കൊണ്ട് കുതിർന്ന് കിട്ടും. ഇല്ല എങ്കിൽ അതേപോലെ തന്നെ 2-3 തള തിളച്ചതിന് ശേഷം അടച്ചു വെച്ചാൽ 2 മണിക്കൂറിന് ശേഷം കടല കുതിർന്ന് കിട്ടും. ഇതുവരെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ആയാലും ഇന്നത് പരീക്ഷിച്ച് നോക്കി. കറക്റ്റ് 2 മണിക്കൂർ 8:15 10:15 ആയപ്പോഴത്തേക്കും കടല കുതിർന്നു. ഞാനത് പ്രഷർ കുക്കറിൽ വിട്ട് വേവിക്കാൻ തീരുമാനിച്ചു. കടല ഒരുവിധം വേവണം, ഇല്ലെങ്കിൽ ഒരു പ്രയാസമാണ്. ഒക്കെ ഒരുപാട് ചവയ്ക്കാനായിട്ടൊക്കെ പ്രയാസമാണ്. അതുകൊണ്ട് 1-2 ഹൈ ഫെയറിൽ ഒരു വിസിലും, നല്ല 2 വിസിലും, പിന്നെ ഒരു ലോ ഫെയറിൽ ഒരു 10 മിനിറ്റും ആക്കി. കടല ഒരുപാട് വെന്ത് പോകണ്ട, പക്ഷേ എങ്കിലും വേണം. അത് ഓഫാക്കിയിട്ടു. ഇനിയും പച്ചക്കായ അരിഞ്ഞ് അത് അരിഞ്ഞ് വേവിച്ച് കടലയും കൂടെ ചേർത്ത് അല്പം പച്ചവെള്ളം കൂടെ ചേർത്ത് വേവിക്കണം. അല്പം തേങ്ങ വറുത്തിട്ടാൽ മതി. അതുകൊണ്ടാണ് ഒരു കൂട്ടുകറിയുടെ രുചി കിട്ടും. ഒരു ഓണത്തെ ഞാൻ കൂട്ടുകറി വെച്ചില്ല. അവിയലുണ്ടല്ലോ, ഇനി എന്തിനാണ് കൂട്ടുകറി? പെൺമക്കളൊന്നും സമ്മതിച്ചില്ല. എനിക്കൊരുപാട് കറികൾ വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആര് പറഞ്ഞു പോവും. അവർ ഒക്കെ കുഞ്ഞുങ്ങളൊന്നും ഒരുപാട് പച്ചക്കറി അങ്ങനെ വലിയ കഴിപ്പില്ല. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് അവിയൽ, സാമ്പാർ, തോരന് ഒക്കെ എടുക്കുന്നത്. അവർക്കൊക്കെ എല്ലാം ലിമിറ്റഡാണ്. അല്ല നോൺ വെജൊക്കെയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടയ്ക്ക് 2 പ്രാവശ്യം നോൺ വെജ് വാങ്ങിച്ചു. ചിക്കനും തിരുവോണത്തിൻ്റെ അല്ലാത്തത് ദിവസങ്ങളിൽ ചിക്കനും ബീഫും വാങ്ങിച്ചു. പോകുന്നതിന് മുമ്പ് തിരുവോണം കഴിഞ്ഞിട്ടും ഞാനൊരു വെള്ളിയാഴ്ചയായിരുന്നു തിരുവോണം, ശനിയാഴ്ചയാണ് പോകുന്നത്. ഞാൻ വെള്ളിയാഴ്ച തിരുവോണമാണെങ്കിലും ഞാൻ നോൺ വെജ് വാങ്ങിച്ച് തലേ ദിവസമേ വാങ്ങിച്ച് വെച്ചിരുന്നു. ഇത് വെള്ളിയാഴ്ച വൈകിട്ട് കറി വെച്ചു. അത് അവർക്ക് കൊടുത്തു. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് കഴിക്കട്ടെ എന്ന് ചിന്തിച്ച് അങ്ങനെ നോൺ വെജ് ഒക്കെ. ഇന്ന് ഹസ്ബൻഡ് ചിലപ്പോൾ ഫിഷ് കൊണ്ടുവരുമായിരിക്കും. എന്നാലും ഇന്ന് വറക്കാനുള്ള തരത്തിലുള്ള മീൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ 1-2 എണ്ണം മാത്രം പെട്ടെന്ന് വെട്ടിക്കഴുകി എടുത്ത് വറക്കും. ബാക്കിയില്ലെങ്കിൽ ഞാനങ്ങ് ഫ്രീസറിലൊക്കെ ഇനി നാളെ ഉള്ളൂ. അപ്പോൾ ഇന്ന് സാമ്പാറും കൂട്ടുകറിയും അതുപോലെ പപ്പടം. ഇന്നത്തെ സ്പെഷ്യൽ പപ്പടമാണ്. തൈരും മോരും ഒന്നുമില്ലെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്ന് കഴിയുകയാണെങ്കിൽ മോരോ തൈരും എടുക്കാം. ഇതും കൂട്ടി ഇന്നത്തെ ഉച്ചയൂണ് നമുക്ക് കുശാലായിട്ട് കഴിക്കാം. എന്നോട് ഹസ്ബൻഡ് ചോദിക്കും, നീ ദിവസവും ഈ ഉച്ചയൂണിടുന്ന ആരോ നിൻ്റെ ഉച്ചയൂണിൻ്റെ ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, സ്ത്രീകൾക്ക് ഉച്ചഭക്ഷണം എനിക്ക് എല്ലാ കൂട്ടാനും എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു. എല്ലാ കൂട്ടാനും എല്ലാം ഉണ്ടാക്കാൻ അറിയെങ്കിലും യൂട്യൂബിൽ നോക്കുമ്പോൾ പാചകം എന്ത് കണ്ടാലും ഞാൻ നോക്കും. ഷോർട്സ് പ്രത്യേകിച്ച് നോക്കും. പെട്ടെന്ന് അത് പെൺകുട്ടികളൊക്കെ മിടുക്കികളാണ്. നല്ല നല്ല കൂട്ടാനൊക്കെ പെട്ടെന്ന് സ്പീഡിലൊക്കെ എല്ലാം ഒക്കെ ഉണ്ടാക്കും. അത് കാണും. ഇന്നത്തെ ഉച്ചയൂണിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകളും ടിഫിൻ ബോക്സിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തയക്കുന്നത്, ഭർത്താവിന് ചോറ് കൊടുത്തയക്കുന്നത് എല്ലാം കാണും. ഒരു കൗതുകമാണ്. എന്തൊക്കെ കൂട്ടാനങ്ങൾ കോമ്പിനേഷനും ഒക്കെ. ലക്ഷ്മി നായരൊക്കെ പല കോംബോ കൂട്ടാൻസൊക്കെ ഇങ്ങനെ കാണിക്കുമല്ലോ. അതൊക്കെ കാണാൻ നല്ല ഒരു കൗതുകമാണ്. നമ്മൾ എത്ര പ്രായമായെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മുടെ ദൗത്യം.
പ്രത്യേകിച്ച് സ്ത്രീകളുടെ അത് മക്കളെ മരുമക്കളെ കൊച്ചുമക്കളെ ഒക്കെ വന്നു വരുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ. അതിനെ ഒരു പടി കൂടെ എങ്ങനെ അത് ബെറ്റർ ആക്കാം എന്നുള്ളതാണ് നമ്മളുടെ ശ്രദ്ധ. അതുപോലെ കിച്ചൺ ടിപ്സുകൾ അതും ഞാൻ വായിക്കും, എല്ലാം വായിക്കും. എല്ലാം കുറേയൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം, എങ്കിലും അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പെൺകുട്ടികൾ അവർ നല്ല മിടുക്കികളാണ്. പല യൂട്യൂബിലെ പല ചാനലുകളും കാണുമ്പോൾ പേരൊന്നും ഓർക്കുന്നില്ല എങ്കിലും നല്ല നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞ്, അപ്പോൾ അതും കൂടെ നമുക്ക് ഉണ്ടല്ലോ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ലൈഫിലാക്കാം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. വേറെ ആരെങ്കിലും കസിൻസൊക്കെ വിളിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ആടെന്ന് പറഞ്ഞൊക്കെ സന്തോഷമാണല്ലേ. അപ്പോൾ നമുക്ക് ഞാനിനിയും പച്ചക്കായ അരിഞ്ഞ് അത് ജസ്റ്റ് ഒരു കൂട്ടുകറി വെക്കട്ടെ. അപ്പോഴേക്കും ഹസ്ബൻഡ് വരും. ഇപ്പോൾ മണി 11 ഒരു 1.5 മണിക്കൂറിനകത്തൊക്കെ ഭക്ഷണമാക്കാം. ഓക്കെ, നമുക്ക് ഞാൻ അടുക്കളയിലോട്ട് പോകട്ടെ. It's been too long now. I think that I want a second guess you, a second guess me, a second guess them. Don't second guess me. Live in the moment, cause we are so free. And in this moment, life is like a dream. Live in the moment, cause we are so free. And in this moment, life is like a dream. So come a little closer, but don't hold your breath. Silence in the background, violence in your eyes now. Remember that time you gave your heart to me. Remember